ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഏറ്റവും തിരക്കുള്ള ദിവസങ്ങൾ വീക്ക് ഡേയ്സ് ആയിരിക്കുമല്ലോ. എനിക്കും അതെ. അപ്പോൾ ഞാൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ ചിലപ്പോൾ സമയം തികയാത്തതുകൊണ്ട് 10 മിനിറ്റ് നേരത്തെയൊക്കെ എഴുന്നേൽക്കും. പക്ഷേ എങ്ങനെ എഴുന്നേറ്റാലും മക്കളുടെ ബസ് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ തിരക്കിട്ടാണ് എല്ലാം തീർത്തിട്ട് ഞങ്ങൾ ഓടിപ്പോകുന്നത് ബസ് പിടിക്കാനായിട്ട്. പിന്നെ ഹസ്ബൻഡിനും ആ സമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവർക്കൊക്കെയുള്ള ടിഫിനൊരു 5:30 ആകുമ്പോഴത്തേക്കും തയ്യാറാക്കുക എന്നുള്ളതാണ് മെയിൻ ജോലി രാവിലത്തെ. പകുതി മുക്കാൽ പണികൾ ഞാൻ രാത്രി ചെയ്തു വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കി വയ്ക്കും. മക്കൾക്കുള്ള ടിഫിനുള്ള കാര്യങ്ങൾ പകുതി കൂടുതൽ ചെയ്ത് വയ്ക്കും. അതുപോലെ യൂണിഫോം എല്ലാം റെഡിയാക്കി എടുത്ത് പുറത്ത് വയ്ക്കും. അത് മക്കൾ തന്നെ എടുത്ത് വയ്ക്കും. പിന്നെ അവർ തന്നെ ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് അവർ തന്നെ ബാഗിൽ വെച്ചോളും. ഇതൊക്കെ ചെയ്താലും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ക്ഷീണത്തിൽ ഇങ്ങനെ സ്ലോ ആയി പോകുന്നതുകൊണ്ടാണെന്ന് തോന്നണം. എന്തായാലും ബസ് വരുമ്പോഴത്തേക്കും എല്ലാം തീർക്കും. തിരക്കിട്ടാണെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്റ്റീവ് ആവുമല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം തീർക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർ സ്കൂളിൽ പോകുന്നത് 6:20 ആകുമ്പോഴത്തേക്കും അവരുടെ ബസ് വരും. അപ്പോൾ അവർ പോകും. ഹസ്ബൻഡും ആ സമയത്ത് തന്നെ പോകും. ഇതെൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഓർത്തു ഒറ്റ വ്യൂസും കിട്ടില്ലായിരിക്കും എന്നാണ് ഓർത്ത്. പക്ഷേ അതിന് 500-ലധികം വ്യൂസ് കിട്ടി ആ ഒരു വീഡിയോയ്ക്ക്. പിന്നെ വന്നതിനൊന്നും അത്ര കിട്ടിയില്ല. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, ഒരു എഴച്ചിലോട്ടെന്നാണ് പറയണത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം സ്പീഡായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെ ടിഫിൻ്റെ ജോലിയെല്ലാം ഒരുമാതിരി കഴിഞ്ഞു. ഞാനെല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞ് നേരെ അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. മക്കളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവർ റെഡി ആവും 6:20 ആകുമ്പോഴത്തേക്കും. പിന്നെ നേരെ ഞാൻ എൻ്റെ ബോട്ടിലിൽ വെള്ളം എടുത്ത് ഞാൻ നേരെ ജിമ്മിലേക്കാണ് പോകുന്നത്. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ ജിമ്മിൽ പോവും. അത് കഴിയുമ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ തിരിച്ചു വരും. ഇത് ഞാൻ പോകുമ്പോൾ കോക്കോ ഞാൻ പോകുന്നത് നോക്കി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴും നമ്മൾ വരുമ്പോഴേ അവൾക്ക് സൗണ്ട് അറിയാം നടന്നു വരുന്നത്. അവളവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ കയറി വരുമ്പോഴത്തേക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളെവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ വന്ന് മടിയിലിരിക്കും. അവളെ കുറച്ച് നേരം പാമ്പർ ചെയ്യണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പണി കിച്ചണിൽ ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക. ഞാൻ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒതുക്കാതെയൊന്നും ആയിരിക്കും ജിമ്മിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ സമയമൊന്നും കിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാധനങ്ങളൊക്കെ തുറന്ന് വച്ചായിരുന്നതും ഓപ്പൺ ഒക്കെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. പിന്നെ ഡിഷ് വാഷർ കഴുകി വച്ചിരിക്കുന്ന ക്ലീനായിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് സ്റ്റാൻഡിലും കബോർഡിലും ഒക്കെ എടുത്ത് വയ്ക്കുക. ഇതൊക്കെയായിരുന്നു ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എഡിറ്റിങ്ങും കൂടെ ചെയ്യുന്ന ജോലി ഈ സമയത്ത് ചെയ്യും. രാവിലെ സമയത്ത് മക്കളൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് അത് ചെയ്തു വയ്ക്കും. പിന്നെ അടുത്തത് ചെയ്യുന്നത് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുകയാണ്. അപ്പം പാലക് ദാലാണ് ഇന്നുണ്ടാക്കാമെന്ന് വെച്ചേക്കുന്നത്. പാലക് ദാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവരാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി തന്നത്.
അപ്പം അതിനൊരു ചെറിയ പച്ച കളറും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു സാമ്പാർ പോലെ എന്തെങ്കിലും ടേസ്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല. അവർ രാജസ്ഥാനികളാണ്. അപ്പോൾ എന്തായാലും സാമ്പാറാവാൻ ഒരു വഴിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അന്നത്തെ ഒരു ആംബിയൻസും അങ്ങനത്തെ ആയിരുന്നു. അന്ന് വിൻ്റർ സമയമായിരുന്നു. അപ്പം നല്ല തണുപ്പ്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ പാലക് ദാലിൽ നെയ്യൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ ചപ്പാത്തി, അങ്ങനെയാണ് അവർ സെർവ് ചെയ്തത്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞാൻ പല പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കിഷ്ടമായതുകൊണ്ട്. പക്ഷെ അവർ അന്ന് ഉണ്ടാക്കി തന്ന ടേസ്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അന്ന് ആദ്യമായിട്ട് കഴിച്ചപ്പം ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു ടേസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ഞാൻ അവരോട് റെസിപ്പി ചോദിച്ചിട്ട് അന്ന് മുതൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ വളരെ ഈസിയാണല്ലോ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ അധിക സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടും കൂടെ ഞാനിത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ജോലി കഴിയുമല്ലോ. പിന്നെ ഹെൽത്തിയുമാണ് എങ്ങനെ നോക്കിയാലും. ഞാനിതിൻ്റെ കൂടെ ചപ്പാത്തി അല്ല ഉണ്ടാക്കുന്നത്, റൈസാണ്. ഇതിൻ്റെ കൂടെ വൈറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. കേരള റൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അത് ഈ രുചിയുടെ കൂടെ ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വൈറ്റ് റൈസ് ആയിരിക്കും കൂടുതൽ ചേർച്ച. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡിന് റാഡിഷ് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ സിമ്പിളായിട്ടാണ്. പിന്നെ കുറച്ച് നോൺ വെജിനായിട്ടാണെങ്കിൽ ഫിഷ് കറി ഇരിപ്പുണ്ട്. അപ്പം അത്രയൊക്കെ മതി. അപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത ഒരു കോക്കനട്ട് ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിസ്റ്റിലോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കോൾഡ് പ്രസ്ഡ് ആണ്. അപ്പോൾ അത് അന്നേരത്തേക്കും വന്നു. അത് നമ്മൾ രാവിലെ ഓർഡർ ചെയ്ത ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരെത്തിച്ചു തരും. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കട്ടയായി പോകുന്നതുകൊണ്ട് ഞാനതെടുത്ത് ഒരു ബോട്ടിലാക്കി വെച്ചു. ആഴ്ചയിൽ 2 ദിവസം ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും. അപ്പം അയാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് ഓർത്തു. കാരണം പിന്നെ മക്കൾ വരാൻ സമയമായി, അവരെ കൊണ്ടുവരാനായിട്ട് താഴേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിച്ചു. റൈസ്, ദാല്, സാലഡ്, ഇതാണ് ഞാൻ കഴിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഫ്രണ്ട്സ്.